ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ട്രിവാൻഡ്രം യാത്രയുടെ 5ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ പല സ്ഥലത്തും പോയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് 1 മുതൽ 4 വരെയുള്ള എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര പുരാതന രാജകൊട്ടാരമായ പുത്തൻമാളിക അഥവാ കുതിരമാളിക, രണ്ടും ഒന്ന് തന്നെയാണ്. അവിടുത്തെ തന്നെ ചിത്രാലയം മ്യൂസിയം, പിന്നെ പാളയത്തുള്ള സെന്റ് ജോസഫ് ചർച്ച്, ശംഖുമുഖം ബീച്ച്, വിഴിഞ്ഞം തുറമുഖം, പിന്നെ ഒരു റോബോട്ടിക് കാർണിവൽ, ഇവയെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഗേസ്. പത്മനാഭ സ്വാമി ക്ഷേത്രം കാണുന്നില്ലേ, അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പുത്തൻമാളിക പാലസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് കാണുന്നില്ലേ. ഇത് റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു 8-10 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറേണ്ടത് 100 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ്. ഒരാൾക്ക് 100 രൂപ ടിക്കറ്റ് ചാർജ് ഉണ്ട്. കയറിയ ഉടനെയുള്ള നമ്മുടെ കാഴ്ച ഈ പുത്തൻമാളികന്റെ ഒരു ബോർഡ് കാണാം. അവിടെ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു കൊട്ടാരം നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ രീതിയിലൊക്കെ ഇപ്പോഴുള്ള ഒരു ആധുനിക യന്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഇത്രയും മനോഹരമായ കൊട്ടാരങ്ങൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിശയിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് കൊട്ടാരത്തിന്റെ ഒരു ഇന്റർഫേസ്. അപ്പോൾ അതൊന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. കേരളത്തിന്റെ രാജകീയ പൈതൃകത്തെ ഇന്നും അഭിമാനത്തോടെ നിലനിർത്തുന്ന ഒരു അത്ഭുത ശില്പ സൃഷ്ടിയാണ് തിരുവനന്തപുരം നഗരത്തിലെ കുതിരമാളിക അഥവാ പുത്തൻമാളിക. 1840കളിൽ തിരുവിതാംകൂർ മഹാരാജാവായ സാതി തിരുനാൾ രാമവർമ്മ നിർമ്മിച്ച ഈ കൊട്ടാരം കേരളത്തിന്റെ പരമ്പരാഗത വാസ്തുശൈലിയുടെ മനോഹര ഉദാഹരണമാണ്. ഈ കൊട്ടാരത്തിന് കുതിരമാളിക എന്ന പേര് ലഭിച്ചത് കൊട്ടാരത്തിന്റെ മേൽക്കൂര ഭാഗങ്ങളിൽ കൊത്തിയിട്ടിരിക്കുന്ന 122 മരക്കുതിര രൂപങ്ങളിൽ നിന്നാണ്. ഓരോ കുതിരയും അതിസൂക്ഷ്മമായ കരകൗശലത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് റോസ്വുഡ്, ടീക്ക്, ജാക്ക്വുഡ് തുടങ്ങിയ മരങ്ങൾ ഉപയോഗിച്ചാണ്. ഈ കൊട്ടാരത്തിൽ രാജകുടുംബം ഉപയോഗിച്ചിരുന്ന പഴമയുള്ള വസ്തുക്കൾ ഇന്നും സംരക്ഷിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് പഴയ സംഗീതോപകരണങ്ങൾ, രാജവസ്ത്രങ്ങൾ, ചിത്രങ്ങൾ, ആയുധങ്ങൾ എന്നിവ. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം ഇന്ന് ഒരു മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് പല സിനിമകളും ഇവിടെ ഷൂട്ടിങ്ങിനായി കൊടുത്തിരുന്നു. ജയറാമിന്റെ കിലുകിൽ പമ്പരം തുടങ്ങിയ ചിത്രങ്ങൾ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സിനിമാ ചിത്രീകരണത്തിനായി കൊട്ടാരം നൽകുന്നില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞിട്ടുള്ളത്. ഓരോ വർഷവും ഇവിടെ നടക്കുന്ന സ്വാതി സംഗീതോത്സവം ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകരെ ആകർഷിക്കുന്നു. ചരിത്രവും കലയും സംസ്കാരവും ഒരുമിച്ച് ചേരുന്ന കുതിരമാളിക കേരളത്തിന്റെ രാജകീയ പൈതൃകത്തിന്റെ ജീവനുള്ള സ്മാരകമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഉള്ളിലെ കാഴ്ച കൂടി ഒന്ന് കാണാം. രാജകുടുംബം ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, ആയുധങ്ങൾ, സംഗീതോപകരണങ്ങൾ എന്നിവയെല്ലാം നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നമുക്കിവിടെ ക്യാമറ യൂസ് ചെയ്യാം. പുറത്തുള്ള കാഴ്ചകൾ ഷൂട്ട് ചെയ്യാൻ 50 രൂപയും ഉള്ളിലുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ 500 രൂപയുമാണ് ചാർജ് വരുന്നത്. അത് എക്സ്ട്രാ ചാർജ് ആണ്. കൂടാതെ ഡ്രോണോ അങ്ങനെയുള്ള ക്യാമറകളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. മൊബൈൽ ക്യാമറ മാത്രമാണ് ഇവിടെ അലോഡ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഉള്ളിലെ കാഴ്ച കൂടി ഒന്ന് കാണാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആനക്കൊമ്പിന്റെ ഒരു സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ആനക്കൊമ്പ് കൊണ്ടുള്ള ഒരു ഒറിജിനൽ ആനക്കൊമ്പാണെന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല, എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും ചിലപ്പോൾ. അറിയാവുന്നവർ കമന്റിലൂടെ അറിയിക്കും. പിന്നെ നമുക്ക് കുറെ കഥകളി രൂപങ്ങൾ ഇവിടെ ഇങ്ങനെ നിരനിരയായി വെച്ചത് കാണാം. അത് കാണാൻ തന്നെ വളരെ മനോഹരമാണ് കേട്ടോ. ഒന്നിനും ടച്ച് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇവിടെ വാണിംഗ് ഉണ്ട് കേട്ടോ. ഒന്നിലും നമ്മൾ കൈകൊണ്ട് ടച്ച് ചെയ്യാൻ പാടില്ല, കാരണം ഒറിജിനൽ പെയിന്റിംഗ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ലേ, പഴയ കാലത്ത് യൂസ് ചെയ്ത പാത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ചില അലങ്കാര പാത്രങ്ങളാണ് കേട്ടോ. പല ഡിസൈനിലും ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതിൽ അതിമനോഹരമാണ് അത് കാണാൻ തന്നെ. കണ്ടില്ലേ, അതിന്റെ മുകളിലത്തെ ഈ ഒരു ചിത്രപ്പണി കാര്യങ്ങളൊക്കെ, ഇത് രസമല്ലേ. പിന്നെ പഴയ രാജാക്കന്മാര്, രാജ്ഞിമാരുടെ ഫോട്ടോകളാണ് ഇതൊക്കെ. ഇതൊക്കെ ഒറിജിനൽ ഡ്രോയിങ് ആണ് കേട്ടോ. പെയിന്റിംഗ് ആണ്, ഒറിജിനൽ പെയിന്റിംഗ് ആണ്. പിന്നെ ഇവിടെ കുറെ ദൈവത്തിന്റെ ശില്പങ്ങൾ കാണാം നമുക്ക്. പിന്നെ ഭയങ്കര ഭംഗി തന്നെയാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ സന്ദർശകർക്ക് വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പഴയ കാലത്ത് ഉപയോഗിച്ച പല കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും.
അക്കാലത്ത് യൂസ് ചെയ്ത ചെയറാണ് കേട്ടോ. സിംഹാസനം ചെയറാറ്റം തോന്നുന്നു. കണ്ടില്ലേ എന്താ ഭംഗി ചെയർ കാണാൻ. പിന്നെ ഈ ചെയർ ഇത് വെറും ഒരു ചെയർ അല്ല, ഇത് ക്രിസ്റ്റൽ കൊണ്ടുണ്ടാക്കിയ ചെയറാണ്. ഇതിന്റെ മൂല്യം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 40 കോടിക്കടുത്താറ്റം വരും. ക്രിസ്റ്റലാണത്. അപ്പോൾ ഇത് രണ്ടാമത്തെ നിലയിലേക്കുള്ള വഴിയാണ്. കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് ആ കൊട്ടാരം കാണാൻ തന്നെ അല്ലേ. എന്ത് രസമാണ് കാണാൻ. ഈ ഒരു കാലത്ത് ആളുകൾ നിർമ്മിച്ച, വിശ്വസിക്കാൻ പോലും പറ്റാത്ത, നമുക്കിപ്പോൾ കാണുമ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള നിർമ്മിതി. അത് ഈ പഴയ കൊട്ടാരങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും. കണ്ടില്ലേ ആനക്കൊമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിരയായി വെച്ചിട്ടുണ്ട്. അന്ന് യൂസ് ചെയ്ത സംഭവങ്ങൾ ഫുള്ള് നമുക്ക് ഈ കൊട്ടാരത്തിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ ഗ്ലാസ് കൊണ്ടുള്ള വിളക്ക്, പിന്നെ മറ്റുള്ള പാത്രങ്ങള്, അന്ന് ഉപയോഗിച്ച ആയുധങ്ങൾ, പരിച, വാള്, കുന്തം, വാളൊക്കെ കണ്ടോ ഏതെല്ലാം തരത്തിലുള്ള വാളുകളാല്ലേ. ഇതൊക്കെ അന്ന് ഉപയോഗിച്ച യുദ്ധത്തിനും ഇതിനെല്ലാം വേണ്ടി ഉപയോഗിച്ച വാളുകളാണ്. അന്ന് ഉപയോഗിച്ച സംഗീത ഉപകരണങ്ങളാണ് കേട്ടോ ഇത്. വീണയും ചെണ്ടയും പിന്നെ ഒരുപാട് വിഗ്രഹം, ശില്പത്തിന്റെ രൂപങ്ങൾ നമുക്കിവിടെ കാണാം. അന്നത്തെ കണ്ണാടി, അന്നത്തെ കൊട്ടാരത്തിന്റെ വഴികളാണ് കേട്ടോ. ഇതിലൂടെയൊക്കെ പല ആൾക്കാരും ആ സമയത്ത് നടന്നു പോയിട്ടുണ്ടാവും. വലിയ ശില്പങ്ങൾ, ഹനുമാന്റെയും എല്ലാം കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് അല്ലേ. ഈ ഒരു കൊട്ടാരം കാണാൻ തന്നെ. ഇവിടെ അന്ന് ഉപയോഗിച്ച കുറെ പാത്രങ്ങൾ ഇതാണ് കേട്ടോ. അതിന്റെ പുറത്തോട്ടുള്ള കണ്ടില്ലേ ഓട് വെച്ചിട്ട് എന്ത് മനോഹരമായിട്ടല്ലേ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ അത്ഭുതം. അന്ന് അവര് യൂസ് ചെയ്ത കട്ടില് നമുക്ക് കണ്ടില്ലേ. ഇപ്പോഴത്തെ സിറ്റ് ഔട്ട് പോലെ അന്നത്തെ സിറ്റ് ഔട്ട്. എന്തൊരു ഭംഗിയല്ലേ കാണാൻ. ഇതിലെ വഴികളെല്ലാം നോക്കിയേ. ഇതൊക്കെ മരങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇത് കിളിവാതിൽ എന്താ അതിൽ കൂടി പുറത്തോട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ അതിന്റെ സൈഡ് കാണുന്നുണ്ട് കുതിര. ഇത് ഈ കുതിരയുടെ നിർമ്മിതി കൊണ്ടാണ് ഞാൻ കുതിരമാളിക എന്ന് വിളിക്കാൻ കാരണം. കണ്ടോ കുതിരയുടെ രൂപം കണ്ടോ. അത് മരത്തിൽ കൊത്തി ഉണ്ടാക്കിയതാട്ടോ. കണ്ടില്ലേ അന്നത്തെ ആയുധങ്ങളാണ് ഇതൊക്കെ. തോക്കൊക്കെ കണ്ടോ. തോക്ക്, ഒരുപാട് ചിത്രം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പെയിന്റിംഗ് ആണ് മൊത്തം. നമുക്ക് ഇതിൽ ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഒറിജിനൽ പെയിന്റിംഗ് ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേടുപാടുകൾ സംഭവിക്കും. ഈ കാണുന്നതൊക്കെ അന്നത്തെ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും മറ്റുള്ളവരുടെയൊക്കെ ഫോട്ടോയാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് സ്വാതി തിരുനാൾ രാമവർമ്മ രാജാവിന്റെ ഫോട്ടോ. രാജഭരണകാലത്തെ അവസാനത്തെ രാജാവായിരുന്നു സ്വാതി തിരുനാൾ. അവരുടെ ഫോട്ടോയാണ് കേട്ടോ ഇത്. അങ്ങനെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ചിത്രാലയം മ്യൂസിയത്തിലേക്കാണ്. മാർത്താണ്ഡവർമ്മ ചിത്രാലയം മ്യൂസിയം. അത് ഈ വഴിയാണ് പോകേണ്ടത്. നമ്മൾ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നാൽ ഇങ്ങനെ ഒരു എൻട്രൻസ് കാണാം. അവിടെ നേരെ നടന്നു പോകണം. നല്ല അടിപൊളി വേ ആണ് കേട്ടോ. അന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് ഭയങ്കര സംഭവം തന്നെ. ചിത്രാലയം മ്യൂസിയം റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട്. നേരെ നടന്നു പോവാ. നല്ല സുഖാട്ടോ നടക്കാൻ. ഒരു വേ കണ്ടോ. ഇതിലൂടെ എല്ലാം ആൾക്കാരൊക്കെ അന്നത്തെ കാലത്ത് എത്ര ആൾക്കാർ നടന്നു പോയിട്ടുണ്ടാവും അല്ലേ. ചിത്രാലയം മ്യൂസിയത്തിലേക്ക് നമുക്ക് ഫോൺ അലോഡ് അല്ല. ഫോണുള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല. നമുക്ക് ഇവിടെ കണ്ട പോലെ തന്നെ പഴയ കാലത്തുള്ള ചിത്രങ്ങളും ഫോട്ടോകളും പിന്നെ പഴയ തിരുവനന്തപുരത്തിന്റെ ഫോട്ടോയും അതൊക്കെ തന്നെയാണ് ഈ മ്യൂസിയത്തിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഫോൺ അലോഡ് അല്ലാത്തത് കൊണ്ട് അവിടുത്തെ വീഡിയോ എനിക്ക് പിടിക്കാൻ സാധിച്ചില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിച്ചില്ല, ക്ഷമിക്കുക. അങ്ങനെ അവിടുന്ന് നമ്മുടെ യാത്ര പാളയം പള്ളിയിലേക്കാണ്. വേറെ പ്രസിദ്ധമായ ഒരു പള്ളിയാണ് പാളയം പള്ളി. ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററോളം യാത്രയുണ്ടാവും. റെയിൽവേ സ്റ്റേഷനിൽ ഒരു 3 കിലോമീറ്റർ ആണ് ഈ പള്ളിയിലേക്കുള്ള യാത്ര ദൈർഘ്യം. അപ്പോൾ നമുക്ക് ആ പള്ളിയിൽ നിന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് പള്ളി. പാളയത്തുള്ള ക്രിസ്ത്യൻ പള്ളിയാണിത്. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പാളയം പള്ളി കേരളത്തിന്റെ വിശ്വാസത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും പ്രതീകമാണ്. 1873 സ്ഥാപിതമായ ഈ ദേവാലയം ഗോത്തിക് ശൈലിയിലുള്ള അതിമനോഹരമായ നിർമ്മിതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബെൽജിയത്തിൽ നിന്നെത്തിച്ച 3 മണികളും ഉയർന്ന ബെൽ ടവറും പള്ളിയുടെ പ്രധാന ആകർഷണങ്ങളാണ്. ഈ ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് സമീപത്തു തന്നെ ഒരു മുസ്ലിം പള്ളിയും ഒരു ഹിന്ദു ക്ഷേത്രവും നമുക്ക് കാണാം. ഇത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെയാണ് ഉയർത്തിക്കാട്ടുന്നത്. വിശ്വാസവും ചരിത്രവും വാസ്തുകലയും ഒന്നിച്ചു ചേർന്ന പാളയം പള്ളി തിരുവനന്തപുരം നഗരത്തിന്റെ അഭിമാനമാണ്. അങ്ങനെ പള്ളിയും കണ്ടു നേരെ പോയത് ശംഖുമുഖം ബീച്ചിലേക്കാണ്. കേരളത്തിലെ ഏറെ പ്രസിദ്ധമായ ഒരു ബീച്ചാണ് ശംഖുമുഖം ബീച്ച്. റെയിൽവേ സ്റ്റേഷനിൽ ഒരു 7 കിലോമീറ്ററും പാളയത്തുനിന്ന് ഒരു 9 കിലോമീറ്ററുമാണ് ഇവിടത്തേക്കുള്ള ദൂരം. അങ്ങനെ ശംഖുമുഖം ബീച്ചിലെത്തിയാൽ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച ഈ ഒരു ശില്പമാണ്. പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ഒരു മത്സ്യകന്യക ശില്പമാണ് ഈ കാണുന്നത്. ഇതിന് ഏകദേശം 35 മീറ്റർ നീളമുണ്ട്. ബീച്ചിന്റെ പ്രധാന ആകർഷണവും ഇത് തന്നെയാണ്.
അവിടുന്ന് കുറച്ചു മാറിയിട്ട് നമുക്ക് വലിയൊരു ഹെലികോപ്റ്ററിന്റെ രൂപവും കാണാൻ പറ്റും. ഇന്ത്യൻ എയർഫോഴ്സ് യൂസ് ചെയ്ത, കുറച്ചു കാലം മുമ്പ് ഇന്ത്യൻ എയർഫോഴ്സ് യൂസ് ചെയ്ത അതേ ഹെലികോപ്റ്ററിന്റെ നേർ രൂപരേഖയാണ് ഈ കാണുന്ന ഹെലികോപ്റ്റർ. മെറ്റൽ കൊണ്ടാണ് ഫുള്ളായിട്ട് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടും അത്രയും വലിയ ഒരു രൂപത്തിൽ തന്നെയാണ് ഹെലികോപ്റ്റർ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് നല്ലൊരു കാഴ്ച കൂടിയാണ്. ശംഖുമുഖം, ശംഖിന്റെ ആകൃതിയിലുള്ള തീരം എന്ന ആശയത്തിൽ നിന്നാണ് ഉണ്ടായത്. ശംഖുമുഖം ബീച്ചിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് എനിക്ക് ബീച്ചിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. ബീച്ചൊന്നും കാണുന്നില്ല, ഫുൾ അവിടെ നിർമ്മിതിയും വർക്കും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. അപ്പോൾ നമ്മൾ ഈ പോകുന്നത് വിഴിഞ്ഞം തുറമുഖം കാണാൻ വേണ്ടിയിട്ടാണ്. ശംഖുമുഖം ബീച്ചിൽ നിന്നാണെങ്കിൽ 21 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ ഒരു 19 കിലോമീറ്ററുമാണ് വിഴിഞ്ഞം തുറമുഖത്തിലേക്കുള്ള ദൂരം. അപ്പോൾ ഇതാണ് വിഴിഞ്ഞം പോർട്ട് ടെർമിനൽ, വിഴിഞ്ഞം തുറമുഖം, അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ്. ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങൾ കാണുന്നുണ്ടാവും, വലിയ കണ്ടെയ്നറും പിന്നെ ചരക്കു കപ്പലുകളൊക്കെ അവിടെ നിർത്തിയിട്ടതായിട്ട് നമുക്ക് ദൂരെ നിന്ന് കാണാൻ സാധിക്കും. 18 മുതൽ 20 മീറ്ററോളം ആയമുണ്ട് കേട്ടോ ഈ കടലിന്. ഈ കാണുന്ന ഈ കടലിന് 18 മുതൽ 20 മീറ്ററോളം ആയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചരക്ക് നീക്കത്തിന് പറ്റിയ സ്ഥലമായി ഈ ഒരു വിഴിഞ്ഞം തുറമുഖം തെരഞ്ഞെടുത്തതും ആ പദ്ധതി ഇവിടെ രൂപീകരിച്ചതും. അത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഷിപ്പിംഗ് റൂട്ടുകളിൽ ഒന്നായ അന്താരാഷ്ട്ര കടൽപാതയ്ക്ക് വളരെ സമീപത്താണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയ സ്വപ്ന പദ്ധതി നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നേരിട്ട് വന്ന് ഇതൊക്കെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണുക, മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ തൊട്ടടുത്തായിട്ട് പള്ളിയും കാര്യമൊക്കെയാണ് കേട്ടോ, മുസ്ലിം പള്ളിയും കാര്യങ്ങളൊക്കെ ഇതിന്റെ തൊട്ടടുത്തായിട്ടുണ്ട്. നല്ല വെയിലുമാണ്, അതുകൊണ്ട് അധിക സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ നേരെ ഇവിടുന്ന് വിട്ടു. അങ്ങനെ നല്ല അടിപൊളി യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ ഓട്ടോയിൽ തന്നെയാണല്ലോ യാത്ര. അതേ, ഓട്ടോയിൽ തന്നെയാണ് യാത്ര ചെയ്തത്. നമുക്കവിടെ ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ തന്നെ കിട്ടി. ആളുടെ പേര് ഫൈസൽ എന്നാണ്. ഞാൻ ആളെ നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ട്രിവാൻഡ്രത്ത് വരുന്നവർക്ക് ആളുമായി കോണ്ടാക്ട് ചെയ്ത് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അവിടുന്ന് നേരെ റോബോട്ടിക് കാർണിവൽ ഉണ്ട്. അത് നമ്മളെ റൂമിന്റെ കുറച്ചടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ചെറിയൊരു കാഴ്ചകൾ കൂടി നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ പരിപാടി ട്രിവാൻഡ്രം ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കും. എല്ലാ എപ്പിസോഡും കാണണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അതിലും കൂടുതൽ വിനീതമായി അപേക്ഷിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അടുത്തൊരു യാത്രാ വീഡിയോയിൽ കാണും വരയ്ക്കും ബൈ.